ഹായ് ഫ്രണ്ട്സ്, മിയാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മായിൻ്റെ വീട്ടിൽ പോയപ്പോഴേ അവിടെ അടുത്ത് ചെറിയൊരു ഫാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 10,000 20,000 ഒക്കെ വില മതിക്കുന്ന പൂച്ചക്കുട്ടികളും അതുപോലെ തന്നെ പട്ടിക്കുട്ടികളും ഒരുപാട് മുയലുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പൂച്ചക്കുട്ടികളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ പൂച്ചക്കുട്ടിക്ക് 10,000 രൂപ വില മതിക്കുന്ന പൂച്ചക്കുട്ടിയാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിട്ടോ. നമ്മൾ അപ്പോൾ കണ്ടിട്ടുള്ളൂ, അപ്പോൾ തന്നെ നമ്മളോട് ഇങ്ങനെ ഇണങ്ങി നിൽക്കുന്ന പൂച്ചക്കുട്ടിയും അതുപോലെ തന്നെ എല്ലാതും നമ്മളോട് ഇങ്ങനെ ഇണങ്ങി നിൽക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. മിയക്കുട്ടിയും പൂച്ചക്കുട്ടിയും ഇപ്പോൾ നല്ല കമ്പനി ആയിട്ടോ. മിയക്കുട്ടിയാണെങ്കിൽ അതിനെ വിടണമില്ല. അപ്പോൾ നമുക്ക് നേരെ ആ ഫാമിനകത്തേക്ക് പോകാം. ചെറിയൊരു ഫാമാണ് കേട്ടോ, പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പക്ഷികളും മൃഗങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊന്ന് പോരാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മളോട് ഇണങ്ങി നിൽക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പൂച്ചക്കുട്ടികളും പട്ടിക്കുട്ടികളും അതുപോലെ തന്നെ മുയലൊക്കെ ഉള്ളൊരു ഫാമാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ആ ഫാമിലോട്ട് പോകാം. ഫാമിലെത്തുന്നതിന് മുമ്പ് എൻ്റെ കൊച്ചു കൂട്ടുകാരോട് ഞാനൊരു കാര്യം പറയണം. ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യുക. നമ്മുടെ ഫാമിലകത്ത് ചെന്നാൽ തന്നെ നമ്മുടെ ആദ്യം തന്നെ കാണുന്നത് നമ്മൾ ഈ പട്ടിക്കുട്ടിനെയാണ് കേട്ടോ. നമുക്ക് കാവലായിട്ട് നിൽക്കുന്ന പട്ടിക്കുട്ടി. ഞാൻ ആദ്യം കണ്ടപ്പോൾ തോന്നി ഇവ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ കരുതി പാവാണെന്ന് കേട്ടോ. പിന്നെ തുടങ്ങി കേട്ടോ ആള്. അല്ല, കാണാൻ നല്ല ഭംഗിയിൽ ഈ പട്ടിക്കുട്ടിക്ക് ഏകദേശം 5,000 രൂപ വിലമതിക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാണാൻ നല്ല ഭംഗിയിൽ മുയലും കുട്ടികളാട്ടോ, മിനി പിഗ്. നമുക്ക് പന്നിൻ്റെയൊക്കെ പോലെ തോന്നിക്കുന്ന ചെറിയ മുയലും കുട്ടികൾ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഞാനിങ്ങനെ കയ്യിലെടുത്ത് നോക്കുന്നുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷേ ഇത് പുറത്തേക്ക് ചാടിപ്പോയാലേ ഇതിൻ്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിങ്ങനെ അതിനെ അങ്ങനെ നോക്കിങ്ങോട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കൂടെ അടച്ചിടാം. ചില അഥവാ ചാടിപ്പോയാലേ നമുക്ക് 8ൻ്റെ പണി കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്തത് പ്രാക്കളെ കാണാം. ഇത് അടയിരിക്കണ പ്രാവാണ് കേട്ടോ. പെൺപ്രാവ് അടയിരിക്കുന്നുണ്ട്, ആൺപ്രാവ് അവിടെ നോക്കിയിരിക്കുന്നത്. നമുക്ക് അവരെ ശല്യം ചെയ്യേണ്ട. നമുക്ക് നേരെ അടുത്ത പ്രാവിൻ്റെ അടുത്തേക്ക് പോവാം. പീലൊക്കെ വിടർത്തി മയിലിൻ്റെ പോലെ നിൽക്കുന്ന ഒരു പ്രാവാണ് നമ്മളിവിടെ കാണാൻ വേണ്ടി പറ്റിയത്. ആളെ ഞാൻ പിടിക്കാൻ നോക്കിട്ടോ, ഉള്ളിൽ നിന്ന് പോരുന്നില്ല. ഞാൻ എന്നാലും വലിച്ചെടുത്ത് പിടിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗി കേട്ടോ. പക്ഷെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒരു പീലിയൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിൽ വെച്ചാലുള്ളൂ കേട്ടോ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നത്. അതിൻ്റെ തന്നെ വേറെ കളറും കേട്ടോ, വൈറ്റ് കളർ. അതേപോലെ തന്നെ മയിലിൻ്റെ പോലെ നിൽക്കുന്ന പ്രാവാണ്. നല്ല ഭംഗി കേട്ടോ ഇതിനെയും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ കോഴികളും താറാവുകളും ഒക്കെ ഉണ്ട്. താറാവിൻ്റെ കുഞ്ഞുങ്ങളും കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെ അതിലിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രാക്കൾ വേറെ ഉണ്ട് കേട്ടോ, കുറേ ഐറ്റംസ്. പിന്നെ അതുപോലെ തന്നെ സാധാ നാടനായിട്ടുള്ള മുയലുണ്ട്. പ്രാവിൻ്റെ വേറെ വെറൈറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഫാമിനുള്ളിൽ ഉള്ളത്. ഇങ്ങനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഇതാക്കും നമ്മൾ ഭയങ്കര നാണക്കാരിയാണ് കേട്ടോ. ക്യാമറയ്ക്കൊന്നും പോസ് ചെയ്യൂല, ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ നിൽക്കും. വലിയ പമ്മി ഇങ്ങനെ നോക്കും. 15,000 രൂപ വില മതിക്കുന്ന ഈ പൂച്ചക്കുട്ടിയെ കാണാൻ നല്ല ഭംഗിയാട്ടോ. പക്ഷേ അവർ ഇതിനെ വിൽക്കൂല എന്ന് പറഞ്ഞാൽ, ആര് വന്ന് ചോദിച്ചാൽ ഇതിനെ കൊടുക്കൂല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേ മീനുകളുണ്ട്, ഗോൾഡ് ഫിഷും അതുപോലെ തന്നെ കോഴിക്കാർപ്പും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടി. ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഫാമിലെ വിശേഷങ്ങൾ. അപ്പോൾ നല്ല അടിപൊളി പൂച്ചക്കുട്ടിയും അതുപോലെ തന്നെ മുയലും കുട്ടികളൊക്കെ കാണാൻ വേണ്ടി പറ്റി. നമുക്കിതിൻ്റെ വിലയൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയിട്ട് എത്രയൊക്കെ റേറ്റ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംശയം തോന്നിപ്പോയി. പക്ഷേ അതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സാധാരണ പൂച്ചക്കുട്ടികളെ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, നല്ല ഭംഗിയുള്ള പൂച്ചക്കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.